UPSC സിവിൽ സർവീസ് പരീക്ഷയിൽ 310 റാങ്ക് നേടി മലപ്പുറം സ്വദേശിനി മാറഞ്ചേരി പനമ്പാട് സ്വദേശിനി ലക്ഷ്മി മേനോനാണ് വിജയം കൈവരിച്ചത്. മലപ്പുറം മാറഞ്ചേരി പനമ്പാട് സ്വദേശിനി ലക്ഷ്മി മേനോനാണ് സിവിൽ സർവീസ് പരീക്ഷയിൽ 310 റാങ്ക് നേടി വിജയം കൈവരിച്ചത്. കഴിഞ്ഞ വർഷം നടന്ന പരീക്ഷയിൽ 477ാമത് റാങ്ക് നേടിയ ലക്ഷ്മി ഇന്ത്യൻ പോസ്റ്റൽ സർവീസിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. നിലവിൽ 5 മാസമായി അവിടെ ജോലി ചെയ്തു വരികയാണ്. പൊന്നാനി ഗേൾസ് ഹൈസ്കൂളിലെ മുൻ പ്രധാനാധ്യാപികയായ ലതയുടെയും പ്രവാസി വിജയൻ ഇളയടത്തിന്റെയും മകളാണ് ലക്ഷ്മി. വിജയമാത ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, മട്ടംകുളം ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലായിരുന്നു +2 വരെയുള്ള വിദ്യാഭ്യാസം. തുടർന്ന് പാലക്കാട് NSS എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടി. തുടർന്ന് 2 വർഷം ഡാറ്റ സയന്റിസ്റ്റായി ജോലിയിലും പ്രവേശിച്ചിരുന്നു. 2019ലാണ് സിവിൽ സർവീസിനായുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചത്. എല്ലാ ഘട്ടങ്ങളിലും പൂർണ്ണ പിന്തുണയുമായി കുടുംബം ഒപ്പമുണ്ടായിരുന്നുവെന്ന് ലക്ഷ്മി മേനോൻ പറഞ്ഞു. ഞാൻ 2019ലാണ് സിവിൽ സർവീസ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത്. ആ ഒരു പ്രോസസ്സിൽ എനിക്ക് തോന്നുന്നു അതിനു മുന്നേ ആയിട്ടും എൻ്റെ ഫാമിലി ആയിരുന്നു ഏറ്റവും അധികം സപ്പോർട്ട്. ലൈക്ക് പലപ്പോഴും നമുക്ക് സിവിൽ സർവീസസ് എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടെങ്കിലും അതൊരു ഏതാണെന്ന് നമുക്ക് അറിയില്ലല്ലോ, അതിൽ എത്ര ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത്. അതിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തന്നത് എത്ര നാളും ഞാൻ അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഓൾമോസ്റ്റ് 6 ഇയേഴ്സ് അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടും എനിക്ക് ഫുൾ സപ്പോർട്ട് തന്നത് എൻ്റെ ഫാമിലിയാണ്. പ്രത്യേകിച്ച് അമ്മ ഭയങ്കര സപ്പോർട്ടായിരുന്നു. ആൻഡ് ആ ഒരു ഇത്രയും ടൈം പീരീഡ് സ്ട്രോങ് ആയിട്ട് ഇതിനു വേണ്ടി പരിശ്രമിക്കാനും ഓരോ തവണ ഫെയിലിയർ വരുമ്പോഴും അതിനെ ഓവർകം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ടും ഫാമിലി തന്ന സപ്പോർട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കോവിഡ് കാലത്തും പഠനത്തിൽ വീഴ്ച വരുത്താതെ മുന്നോട്ടു പോയിരുന്നു. ഓരോ വ്യക്തിയിലുമുള്ള മാതൃകാപരമായ ഗുണങ്ങൾ ശേഖരിച്ച് അതിനെ സ്വന്തം ലക്ഷ്യത്തിലേക്കായി രൂപപ്പെടുത്തുക എന്നതായിരുന്നു ലക്ഷ്മിയുടെ സമീപനം. ഭാവിയിൽ കളക്ടറാവുക എന്നതാണ് ലക്ഷ്യമെന്നും അവർ വ്യക്തമാക്കി. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാതൃകാപരമായ ക്വാളിറ്റീസ് ഓരോ ആൾക്കാരിൽ നിന്നും എടുക്കുക എന്നുള്ളതാണ് ഞാൻ നോക്കിയിരിക്കുന്നത്. അപ്പോൾ പല ആൾക്കാരിലെയും പല ആസ്പെക്ട്സ് എനിക്ക് ഇഷ്ടമായിട്ട് തോന്നിയത് ഞാൻ കടമെടുക്കാനായിട്ടും അതിന് എൻ്റെതായ രീതിയിലേക്ക് മാറ്റാനായിട്ടും ഞാൻ നോക്കിയിട്ടുണ്ട്. ബിക്കോസ് ഒരു മനുഷ്യൻ എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ നമ്മൾ ഇവോൾവ് ചെയ്യുമ്പോഴാണല്ലോ കറക്റ്റ് ഏറ്റവും ഫുൾഫിൽമെന്റ് നമുക്ക് കിട്ടുന്നത്. ഈ ഒരു ജേർണി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഏറ്റവും ഫസ്റ്റ് ഒരു കളക്ടർ എന്നുള്ള ആസ്പെക്റ്റിലാണ് സിവിൽ സർവീസ് തുടങ്ങിയത്. അതില് ഫസ്റ്റ് കളക്ടർ എന്നുള്ളൊരു പേര് വരുന്നത് നമ്മളുടെ ലീവ് പ്രഖ്യാപിക്കുന്നത് കളക്ടറാണ് എന്നുള്ളൊരു ലെവലിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ 10th പഠിക്കുമ്പോഴാണ് അനുപമ IAS നേടുന്നത്, 4th റാങ്ക് നേടിയിട്ട്. സോ അത് ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു. മാമിന്റെ വീഡിയോയുടെ അടുത്ത് തന്നെയാണ്, പിന്നെ എൻ്റെ സെയിം സ്കൂളിലാണ് പഠിച്ചത്. അപ്പൊ അതൊരു ഇൻസ്പിറേഷനായി. പിന്നെ പക്ഷേ ഒരു പ്രൊഫഷണൽ ഡിഗ്രി അതിന്റെ ജോലി അങ്ങനെ പോയി. ബട്ട് സം ആസ്പെക്റ്റില് എന്തോ ഒരു മിസ്സിംഗ് ഉള്ള പോലെ തോന്നി. അതുകൊണ്ടാണ് ആ ജോലി റിസൈൻ ചെയ്തിട്ട് വീണ്ടും സിവിൽ സർവീസ് എന്നുള്ളൊരു ലെവലിലേക്ക് വീണ്ടും വരാനായിട്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് ഇപ്പോൾ ഞാനൊരു 5 മാസത്തോളമായിട്ട് സർവീസിലാണ്. ആൻഡ് ഐ തിങ്ക് ആ ഒരു ഡിസിഷൻ വളരെ നല്ലതായിരുന്നു. ബിക്കോസ് പബ്ലിക്കുമായിട്ട് കൂടുതൽ ഇടപെടാനും ഒരു സൊസൈറ്റിയിൽ കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാക്കാനും നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി തരുന്ന ഒരു ഫീൽഡാണ് സിവിൽ സർവീസ്. പൊന്നാനിയിൽ നിന്നും ഫാത്തിമ, മീഡിയ വിഷൻ. പുത്തനത്താണിയുടെ സ്വന്തം കനകമകൾ ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ്. കനക ഗോൾഡൻ ഡയമണ്ട്സ്, പുത്തനത്താണി. മാറുന്ന ലോകം, മാറ്റത്തിനൊപ്പം.